ലിസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്കിന്ന് കോഴിക്കോട്ട ഉണ്ടാക്കണ ദിവസമാണ്. അപ്പോൾ കോഴിക്കോട്ട ഉണ്ടാക്കാം. നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. പോയോ ആദ്യം നമുക്ക് അരി വറുത്തെടുക്കാം. വറുത്ത് പൊടിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം അത് അരി വറുത്തെടുക്കാം. ഈ പൊടി നനയ്ക്കാനുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളയ്ക്കട്ടെ. തിളയ്ക്കണ നേരം കൊണ്ട് നമുക്ക് അരി വറുത്ത് വെച്ചതുണ്ടല്ലോ നേരത്തെ, അത് പൊടിച്ചെടുക്കാം. ഇത്തിരി തരിയോട് കൂടി പൊടിക്കണം. തീരെ നൈസാക്കണ്ട. വെള്ളമൊക്കെ തിളച്ചു. അതിലേക്ക് ഉപ്പിടുന്നു. ഗ്യാസ് ഓഫാക്കണം. പൊടി ഇടണു. പൊടിയിലേക്ക് ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് ശരിയാക്കട്ടെ. നോക്കിയിട്ട് ഒഴിക്കാം. കുറച്ച് നേരം മൂടിയിരിക്കട്ടെ. ചൂടാറട്ടെ. കുറച്ച് ചൂടാറിയിട്ട് കുഴയ്ക്കാം. ചൂടാറി പൊടി കുഴച്ചെടുത്തു. ഈ നനവിൽ വേണം കുഴയ്ക്കാൻ. പൊടിയൊക്കെ കുഴച്ചു. നമുക്കിതിൽ ശർക്കര ഒഴിച്ചെടുക്കണം. അപ്പം അതിനുള്ള വെള്ളം വെച്ച് ശർക്കര പൊടിയും അതധികം നേരം ഉരുകാനൊന്നുമില്ല. എന്നാലും ഒന്ന് ലായിച്ചെടുക്കണം. നാളികേരൊക്കെ ഇട്ടിട്ട് ശരിയാക്കണം. ശർക്കര പൊടി കിട്ടി. അപ്പോൾ അത് മേടിച്ചത്. അതിന് ശരിയായി. ഒരു നാളികേരം ഇടുന്നു. ചെറിയ ജീരകം കുറച്ചിടുന്നു. ഏലക്കായ പൊടി ഇടണം കുറച്ച്. അരിപ്പൊടി പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലിടണം. മുറുകാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇടണം. അല്ലെങ്കിൽ അങ്ങനെ വെള്ളം ഒഴിച്ച പോലെ ഇരിക്കും. അരി വറുത്ത് പൊടിച്ചിട്ടാൽ ഇത്തിരി മുറുക്കത്തിലിരിക്കും. നാളികേരം ശർക്കരയൊക്കെ കൂടി ശരിയാക്കിയത് ഇങ്ങനെ ഉരുട്ടി വെച്ചാൽ പൊടി പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ എളുപ്പമാവും. അപ്പോൾ അതിങ്ങനെ ഉരുളകളാക്കി വയ്ക്കുക. വേഗം എടുത്തുകൊണ്ട് ഉള്ളിൽ വയ്ക്കാൻ പറ്റും. നേരത്തെ കുഴച്ച് വെച്ച പൊടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നാളികേരം കൂട്ടിയിട്ട് കുറച്ച് പീച്ചമ്പൊടി പിടിച്ച് വയ്ക്കും. കോഴിക്കോട്ടൻ പീച്ചമ്പൊടി എന്നും കൂടിയാണ് പറയുക. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ഇത് പ്ലേറ്റിൽ അങ്ങനെ പിടിച്ച് വെച്ചാൽ വെള്ളം തിളയ്ക്കുമ്പോൾ അതിൽ കൊണ്ടാക്കി വേണ്ടു. ഇതാണ് പീച്ചമ്പൊടി. ആദ്യം പീച്ചമ്പൊടി ഉണ്ടാക്കാൻ പറ്റും. ഇത് വേകുമ്പോഴേക്കും കോഴിക്കോട്ട ഉണ്ടാക്കാമല്ലോ. ആദ്യം ഇങ്ങനെ പൊടി ഇങ്ങനെ ആക്കും, പരത്തും. ഇത് നേരത്തെ ഉരുളകളാക്കി വെച്ചത് ഇതിൽ വെച്ചിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഇതുകൊണ്ട് കവർ ചെയ്യുക. ഒക്കെ തിളച്ച് നമുക്കിതിലേക്ക് പറക്കി വയ്ക്കാം. അപ്പോൾ അത് മൂടി വെച്ച് വേവട്ടെ. പീച്ചമ്പൊടി വെന്തു. അപ്പോൾ അതെടുക്കാം.
ചീച്ചമ്പടിയൊക്കെ എടുത്ത് കഴിഞ്ഞു. നമുക്ക് കോഴിക്കോട്ട വയ്ക്കാൻ കിട്ടി വേവാൻ. മൂടിയിരുന്ന് വേവട്ടെ. കോഴിക്കോട്ട വെന്തോ നമുക്ക് എടുക്കാം. കോഴിക്കോട്ടൊക്കെ വെന്തോ നമുക്കത് എടുക്കാം. ചൂടുണ്ട്. ഇനിയുള്ളതും കൂടി അങ്ങനെ വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ബായ്.